ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നേഴ്സസ് ഓൺ വീൽസിൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് നമ്മൾ നാട്ടിൽ നിന്ന് പേരൻസിനെ UK കൊണ്ടുവരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ, അതായത് നമ്മൾ മെഡിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണെന്ന് പറയുന്നത്, വേറെ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ അതായത് നമ്മൾ അച്ഛനെ അമ്മയൊക്കെ കൊണ്ടുവരുമ്പോൾ നമ്മൾ ട്രാവലിംഗ് ഡേറ്റ് തൊട്ട് നമ്മൾ തിരിച്ചു പോകുന്ന ആ ഒരു ഡേറ്റ് കവർ ചെയ്യത്തക്ക രീതിയിൽ ഒരു ട്രാവൽ ഇൻഷുറൻസ് എടുക്കണം. അപ്പോൾ അതൊരു ഒന്നാമത്തെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. ഇപ്പോൾ ട്രാവൽ ഇൻഷുറൻസ് എടുക്കുന്നതിന് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. ഒന്ന് വെച്ചാൽ നമ്മൾ ട്രാവലിങ്ങിൽ സാധാ ട്രാവൽ ഇൻഷുറൻസ് പോലെ തന്നെ നമ്മൾ ട്രാവലിങ്ങിൽ എല്ലാ കാര്യങ്ങളും കവർ, അതായത് എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ട് ലഗേജ് നഷ്ടപ്പെട്ടാൽ, ഫ്ലൈറ്റ് ലേറ്റ് ആയാൽ, അല്ലെങ്കിൽ ഫ്ലൈറ്റ് ക്യാൻസൽ ആയാൽ, പാസ്പോർട്ട് നഷ്ടപ്പെട്ടാൽ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് നമ്മൾ ട്രാവൽ ഇൻഷുറൻസ് എടുക്കുമ്പോൾ അത് കറക്റ്റായിട്ട് നോക്കിയിട്ട് വേണം നമ്മൾ എടുക്കാൻ, എന്തൊക്കെ കവർ ചെയ്യും, എത്ര എമൗണ്ട് എന്നുള്ളത്. അപ്പം നമ്മുടെ എടുക്കുന്ന ആളുടെ ഏജും അല്ലെ അവരുടെ അണ്ടർലൈൻ കണ്ടീഷൻ, ചില അണ്ടർലൈൻ കണ്ടീഷൻ ഒന്നും കവർ ചെയ്യത്തില്ല. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം എടുക്കാൻ. അപ്പം അതൊരു മസ്റ്റായിട്ടുള്ള കാര്യമാണ്. കാരണം നമ്മൾ UK വന്നു കഴിഞ്ഞാൽ ഇവിടെ നമ്മളൊരു അസുഖം വന്ന് ഹോസ്പിറ്റലിൽ NHS അഡ്മിറ്റ് ആയിക്കഴിഞ്ഞാൽ ഇവിടെ അവർ ചില ഹോസ്പിറ്റലിൽ അവർ ആദ്യമേ തന്നെ ഒരു എമൗണ്ട് കെട്ടിവെക്കണം എന്ന് പറയും. ഇപ്പം അത് ഇപ്പം നമ്മുടെ കണ്ടീഷൻ മോശമാണെങ്കിൽ ചിലപ്പോൾ അവർ കെട്ടിവെക്കാതെ തന്നെ അഡ്മിറ്റ് ചെയ്യും. അങ്ങനെ അഡ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ അവർ ഡിസ്ചാർജ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ അവർ വലിയ ബില്ലായിരിക്കും ഇവിടുന്ന്. കാരണം ഇവിടെ NHS എല്ലാവർക്കും ഫ്രീ ആണ്. പക്ഷേ നാട്ടിൽ നിന്ന് വരുന്നവർക്ക് അത് ഫ്രീ അല്ല. ഇൻ്റർനാഷണൽ പേഷ്യൻസ് എന്നുള്ളതിലേക്ക് ബില്ല് ഭയങ്കരമായ ബില്ലാണ്, നമുക്ക് ചിന്തിക്കാനൊക്കാത്ത ബില്ലായിരിക്കും. ഇപ്പം നമ്മൾ ട്രാവൽ ഇൻഷുറൻസ് ഒക്കെ എടുക്കാതെ വന്നിട്ട് പേരൻസ് എന്തെങ്കിലും ഒരു ആവശ്യം, ഒരു അസുഖം വന്നിട്ട് നമ്മൾ NHS ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയാണെങ്കിൽ അവർ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ ആ ബില്ല് നമുക്കിടും. ആ ബില്ലിട്ടിട്ട് അവർ നമ്മളിങ്ങനെ, അതായത് അനുഭവം വന്നവർ പറഞ്ഞാണ്, അവരെ വിളിച്ചുകൊണ്ടേയിരിക്കും. അപ്പം നമ്മളത് അടയ്ക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവർ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ UK ബോർഡർ ഏജൻസിയിൽ അറിയിക്കും. നെക്സ്റ്റ് ടൈം ചിലപ്പോൾ നമ്മുടെ പേരിലോ നമ്മൾ സ്പോൺസർ ചെയ്യുന്നതോ അല്ലെങ്കിൽ ഈ ആൾക്കാർ പിന്നീട് ചിലപ്പം UK വിസ അപ്ലൈ ചെയ്യുമ്പം അവർക്ക് വിസ റിജക്റ്റ് ആവും. അപ്പോൾ ഇതൊക്കെ ഒഴിവാക്കാനായിട്ട് നമ്മളൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുകയാണെങ്കിൽ അപ്പം അതിൽ കൂടെ നമ്മുടെ ഇത് കവർ ചെയ്യും. അപ്പോൾ അതാണ് ഒന്നാമത്തെ കാര്യം. അപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസ് എങ്ങനെ എടുക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓൺലൈനായിട്ട് എടുക്കാൻ പറ്റും. ഓൺലൈൻ സെർച്ച് ചെയ്ത് മറ്റേ ട്രാവൽ പോളിസി ബസാർ അങ്ങനെ കുറേ സൈറ്റ് ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എടുക്കാം. അല്ലെങ്കിൽ നമ്മൾ നാട്ടിൽ ഇപ്പോൾ ഈ കുറേ ഏജൻസികളുണ്ടല്ലോ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്യുന്നത്, അപ്പോൾ അവർക്കൊക്കെ ഏജൻസ് ഉണ്ട്. അപ്പോൾ ഏജൻസ് ബുക്ക് ചെയ്യും. അതിനും വലിയ പൈസ വ്യത്യാസമൊന്നുമില്ല. ഞാൻ ഈ എല്ലാ രീതിയിലും എടുത്തിട്ടുണ്ട്. അപ്പം അതൊരു മസ്റ്റായിട്ടുള്ള കാര്യമാണ്. അപ്പം നമ്മൾ മലയാളീസ് വിചാരിക്കും, എന്തിനാ വെറുതെ ഒരു ചെറിയ പൈസ ഉള്ളത്. അതായത് മാക്സിമം ഒരു 200 പൗണ്ട്, അതായത് കുറേ അണ്ടർലൈൻ കണ്ടീഷനൊക്കെ ഉള്ള ആളാണെങ്കിൽ പോലും ഒരു 200 പൗണ്ടൊക്കെ ഇൻഷുറൻസിന് ആവത്തുള്ളൂ. ഇപ്പോൾ ഞാൻ ഒരു 5000 ഇന്ത്യൻ റുപ്പീസിന് വരെ എടുത്തിട്ടുണ്ട് പേരൻസിനൊക്കെ. അപ്പോൾ അത് തൊട്ട് ഒരു 15,000 20,000 മാക്സിമം പോയിരിക്കും ഇന്ത്യൻ റുപ്പീസ്. അപ്പോൾ അതൊരു നഷ്ടമായിട്ട് ഒരിക്കലും കരുതണ്ട. കാരണം ഒരു 6 മന്ത് നമ്മളിവിടെ വന്നിരിക്കുമ്പം ഇത് എപ്പോഴാണ് ആവശ്യം വരുമെന്ന് പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ ആവശ്യം വരത്തില്ലായിരിക്കാം, പക്ഷേ എന്നാലും നമ്മൾ അതൊരു മസ്റ്റായിട്ടും എടുക്കേണ്ടതാണ്. അപ്പം അത് ശ്രദ്ധിക്കും. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ വരുമ്പം നമ്മുടെ പേരൻസിന് ഇവിടെ GP രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അത് മിക്കവർക്കും അറിയത്തില്ല. നമ്മൾ വരുമ്പോൾ GP ഇപ്പോൾ അന്വേഷിച്ച് കഴിഞ്ഞാൽ അവർ രജിസ്റ്റർ ചെയ്യുന്ന കാര്യം പറയും. നമ്മൾ ജസ്റ്റ് ഒരു ഓൺലൈൻ ഫോം ഫില്ല് ചെയ്യുക, പിന്നെ എന്തെങ്കിലും അഡ്രസ് പ്രൂഫ് കൊടുക്കണം തോന്നുന്നു, ഇതിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്കൊരു പനിയോ അല്ലെങ്കിൽ നോൺ എമർജൻസി ആയിട്ടുള്ള എന്ത് കാര്യം വന്നാലും നമുക്ക് അവിടെ പോയിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പറ്റും. പിന്നെ അതുപോലെ സീനിയർ സിറ്റിസൺ ആണെങ്കിൽ നമുക്ക് മെഡിക്കേഷൻ ഫ്രീ ആണെന്നാണ് കേട്ടത്. അപ്പം നമുക്ക് ഫ്രീ ആയിട്ട് NHSൻ്റെ മെഡിക്കേഷനും മേടിക്കാൻ പറ്റും. അപ്പോൾ അതൊരു കാര്യം. പിന്നെ അതുപോലെ എന്തെങ്കിലും ഒരു വേറെ മറ്റ് അസുഖങ്ങൾ വരുവാണെങ്കിലും GP നമ്മൾ റെഫർ ചെയ്യും NHS. അപ്പോൾ ഇൻഷുറൻസ് ഒക്കെ ഉണ്ട്, അത് കവർ ചെയ്യുന്നതാണെങ്കിൽ നമുക്ക് അതുവഴി ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് GP രജിസ്ട്രേഷൻ. അപ്പോൾ നമ്മുടെ GPയിൽ രജിസ്റ്റർ ചെയ്യുന്നതിൻ്റെ മറ്റൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം അതായത് ഇപ്പോൾ ഡയബറ്റീസ് ആയിട്ടുള്ള പേരൻറ്റോ അല്ലെങ്കിൽ അതുപോലെ ചെറിയ നമ്മുടെ പിന്നെ A&E പോവാതെ GP സർവീസിലൊക്കെ തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ ഇപ്പം നമുക്കത് GP കൂടെ തന്നെ നമ്മൾ ഓൾറെഡി രജിസ്റ്റർ ആണെങ്കിൽ അത് ചെയ്യാൻ പറ്റും. അല്ലാതെ നമ്മളിപ്പോൾ പോകുന്ന വഴിക്കൊന്ന് എക്സാമ്പിൾ കാലൊന്ന് ജസ്റ്റായി, ഇപ്പം നമ്മളപ്പോൾ 111 സർവീസിൽ വിളിക്കും. ഇപ്പോൾ A&E പോകേണ്ട കാര്യമില്ല അങ്ങനെയുള്ള കാര്യത്തിന്. അപ്പോൾ 111 വിളിക്കുകയാണെങ്കിൽ നമ്മൾ രജിസ്റ്റേർഡ് അല്ലാത്തതുകൊണ്ട് അവർ നേരെ A&E പോകാൻ പറയും. അപ്പം അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ രജിസ്റ്റേർഡ് ആണെന്നുണ്ടെങ്കിൽ അവർ നമുക്ക് കമ്മ്യൂണിറ്റി തന്നെ, ഇപ്പോൾ GPയുടെ കമ്മ്യൂണിറ്റി സെൻറ്റർ, അങ്ങനെ ചെറിയ മൈനർ ഇഞ്ചറി സെൻറ്റേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ചിലയിടത്ത് എക്സ്റേ വരെ അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനെയുള്ള സെൻറ്റേഴ്സിൽ പോയി നമ്മൾ ഓൾറെഡി രജിസ്റ്റേർഡ് ആണെങ്കിൽ അങ്ങനെ ചെറിയ ട്രീറ്റ്മെൻറ്റ് നമുക്ക് അവിടെ തന്നെ എടുക്കാം. ഇപ്പോൾ റെഗുലറായിട്ട് ഷുഗർ ചെക്ക് ചെയ്യേണ്ടവർ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ചെറിയ ട്രീറ്റ്മെൻറ്റ് ഒക്കെ എടുക്കേണ്ടവർക്കാണെങ്കിൽ നമ്മൾ GP സർവീസ് വഴി അതെല്ലാം എടുക്കാൻ പറ്റും. അങ്ങനെ നമുക്കറിയാത്ത ഒരുപാട് കമ്മ്യൂണിറ്റി സർവീസുകളുണ്ട് ഈ GPയുടെ അണ്ടറിൽ തന്നെ. അപ്പോൾ അതെല്ലാം നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ. അതുപോലെ വളരെ അൺപ്ലസൻറ്റ് ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. അതായത് പിന്നെ നമ്മളാരും ഇത് ഒരിക്കലും ആഗ്രഹിക്കുന്ന കാര്യമല്ല, എങ്കിൽ തന്നെ ഏതെങ്കിലും ഒരു പേരൻറ്റ് വന്നിട്ട് നമ്മൾ കുറേ കേസുകൾ കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് പറയുന്നതാണ്. ഇപ്പോൾ എന്തെങ്കിലും ഒരു അസുഖം വന്ന് പെട്ടെന്ന് മരണം സംഭവിക്കുകയാണെങ്കിൽ നാട്ടിലേക്ക് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഭയങ്കര ചാർജാണ്. അതായത് 7 സീറ്റൊക്കെ ബ്ലോക്ക് ചെയ്തിട്ടാണ് അത് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഒരു 10,000, അതായത് 10 ലക്ഷം രൂപയിലൊക്കെ മേളിൽ ചിലവുള്ള കാര്യമാണ്. അപ്പം അത് ഇതിൽ കവറാവും, ഈ ട്രാവൽ ഇൻഷുറൻസിൽ കവറാവും. അപ്പം ഇതൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ, മനുഷ്യൻ്റെ കാര്യമല്ലേ, ആർക്കും എപ്പം എന്ത് വേണമെങ്കിലും സംഭവിക്കാം. അപ്പോൾ അത് കാരണം നമ്മൾ പിന്നെ നമ്മുടെ ഫാമിലി അല്ലെങ്കിൽ ആരും ഫൈനാൻഷ്യൽ ക്രൈസിസിലേക്ക് പോകാതിരിക്കാൻ, അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഫണ്ട് റൈസിങ് അതുപോലുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോകേണ്ടി വരും. അപ്പോൾ ഇതൊക്കെ ഒഴിവാക്കാനായിട്ട് നമ്മൾ എപ്പോഴും ഒരു ട്രാവൽ ഇൻഷുറൻസ് എടുക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. ഞാൻ എൻ്റെ പേരൻ്റായാലും എൻ്റെ വൈഫിൻ്റെ പേരൻ്റായാലും എപ്പോൾ വരുമ്പോഴും ഞാൻ എടുക്കാറുണ്ട്. എനിക്കറിയാവുന്ന ഫ്രണ്ട്സിനെ കണ്ടെല്ലാം ഞങ്ങൾ എടുപ്പിക്കാറുമുണ്ട്.
അപ്പം നിങ്ങളും ഇത് ശ്രദ്ധിക്കുക. അപ്പം നമ്മൾ പേരൻസിനെയൊക്കെ ഇവിടെ കൊണ്ടുവന്ന് UK 6 മാസം നിൽക്കുമ്പം ഹെൽത്ത് പരമായിട്ട് അല്ലെ അസുഖങ്ങളൊക്കെ വന്നിട്ട് അവർക്കായാലും നമുക്കായാലും ഒരു പണി കിട്ടാതിരിക്കാൻ വേണ്ടി ഈ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. 1 ട്രാവൽ ഇൻഷുറൻസ്, 2 നമ്മൾ വരുമ്പോൾ തന്നെ അവരെ GP രജിസ്റ്റർ ചെയ്യണം. അപ്പം ഇതുമായിട്ട് സംബന്ധിച്ച് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ താഴെ വന്ന് കമൻറ്റ്സ് ചെയ്യാം. അപ്പം നമുക്കറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ കമൻറ്റ്സിൽ റിപ്ലൈ തരാം. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ആർക്കെങ്കിലും ഒരു ഉപകാരം ഉള്ളതായിട്ടല്ല ഭാവിയിൽ ഉപകാരപ്പെടും എന്ന രീതിയിൽ തോന്നിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ പേരൻസിനെ കൊണ്ടുവരാനൊക്കെ ഉദ്ദേശിക്കുന്ന ഫ്രണ്ട്സിനൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്യുക. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ബൈ.